നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ മഴ പെയ്ത് ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടുകൂടി ഗ്രൂപ്പ് ബിയിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്ന് ഇംഗ്ലണ്ട് വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം ആര് തോൽക്കുന്നുവോ അവർ പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനിർണായകമായ പോരാട്ടമാണ് നടക്കുന്നത് എന്നർത്ഥം. ലാഹോറിലാണ് ഇന്നത്തെ മത്സരം. ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 2:30 കളി ആരംഭിക്കുക. ഇന്നലെ മഴയുണ്ടായിരുന്നു എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇന്ന് കളിയുടെ സമയത്ത് മഴയുണ്ടാവില്ല എന്നാണ് ഫോർകാസ്റ്റ്. അതേസമയം ഓവർകാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. അത് ഇംഗ്ലീഷ് പേസ് ബൗളർമാർക്ക് സഹായകരമായേക്കും എന്ന തരത്തിലുള്ള ചില വിലയിരുത്തലുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതേസമയം ഇപ്പോൾ സമീപകാലത്ത് ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം എടുത്തു നോക്കിയാൽ എല്ലാ ഫോർമാറ്റിലും ക്വാളിറ്റി സ്പിന്നിന് മുന്നിൽ അവർ വല്ലാതെ വിയർക്കുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് ഇന്നും തുടർന്നാൽ വലിയ പണിയായിരിക്കും ഇംഗ്ലണ്ടിന് കിട്ടാൻ പോകുന്നത്. കാരണം 30 ഓവറുകളെങ്കിലും സ്പിൻ ബൗളർമാരെ വെച്ചുകൊണ്ട് അഫ്ഗാൻ ബൗൾ ചെയ്യും. അതിനെ എങ്ങനെ ജോസേട്ടനും സംഘവും ടാക്കിൾ ചെയ്യും, മറികടക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ടീമിൽ ബ്രൈഡൻ കാൾസ് ഇല്ല. അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ്. കഴിഞ്ഞ വിൻ്ററിലെയൊക്കെ അവരുടെ പ്രകടനം എടുത്ത് നോക്കുമ്പോൾ ബ്രേക്ക് ത്രൂ ബൗളറായിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന ബ്രൈഡൻ കാൾസ് ഇപ്പോൾ പരിക്കേറ്റ് പുറത്ത് എന്ന് പറയുമ്പോൾ പകരം ആര് എന്നുള്ള ചോദ്യമുണ്ട്. ജെയ്മി ഒവേർട്ടനായിരിക്കും പകരം ഇറങ്ങുക എന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അതൊരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ലാഹോറിലെ കണ്ടീഷൻ ആദ്യ കളിയിലെ പോലെ തന്നെ നിൽക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. ഓൾറെഡി ലാഹോറിൽ അവരൊരു മത്സരം കളിച്ചതുകൊണ്ട് പിച്ചിൻ്റെ സ്വഭാവവും ഗ്രൗണ്ടിൻ്റെ കണ്ടീഷനും ഒക്കെ ഇംഗ്ലണ്ടിന് ഏതാണ്ട് ഒരു ധാരണയായിട്ടുണ്ടാകും. സെയിം പിച്ചല്ല എങ്കിൽ പോലും സിമിലർ ആണ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ 11 ഈ ഒരു മാറ്റമല്ലാതെ മറ്റു മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവരുടെ പ്ലേയിങ് 11 ഫിൽ സാൾട്ട്, ബെൻ ഡക്കറ്റ്, ജെയ്മി സ്മിത്ത്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ജോസ് ബട്ട്ലർ, ലിയാം ലിവിങ്സ്റ്റൺ, ജെയ്മി ഒവേർട്ടൺ, ജോഫ്രെ ആർച്ചർ, ആദിൽ റഷീദ്, മാർക്ക് വുഡ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ 11. നേരത്തെ കഴിഞ്ഞ കളിക്ക് ശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. കാരണം ഇംഗ്ലണ്ട് ഒറ്റ ഫ്രണ്ട് ലൈൻ സ്പിന്നറെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജോ റൂട്ടും ലിവിങ്സ്റ്റണും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക്, അതായത് ആദിൽ റഷീദ് മെയിൻ സ്പിന്നർ, ജോ റൂട്ടും ലിവിങ്സ്റ്റണും പാർട്ട് ടൈം ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. ഇതാണ് അവരുടെ ഒരു രീതി. പക്ഷെ അത് ഈ കണ്ടീഷനിൽ എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. അതേസമയം അഫ്ഗാന്റെ ഭാഗത്ത് അഷ്മത്തുള്ള സാഹീദി വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ സ്പിൻ ബൗളിങ്ങിനെതിരെയുള്ള പ്രശ്നങ്ങൾ ഉപയോഗപ്പെടുത്താം എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന്. മാറ്റങ്ങളൊന്നുമില്ലാതെ, അതായത് കഴിഞ്ഞ കളിയിൽ അവർ വമ്പൻ തോൽവിയാണ് തോറ്റത് അഫ്ഗാൻ. എന്നാലും പ്ലേയിങ് 11 മാറ്റങ്ങളൊന്നുമില്ലാതെ അവർ ഇറങ്ങുമെന്നാണ് ലഭ്യമാവുന്ന സൂചന. അപ്പോൾ റാഷിദ് ഖാൻ ഉണ്ടാവും, മുഹമ്മദ് നബി ഉണ്ടാവും, നൂർ അഹമ്മദ് ഉണ്ടാവും. ഈ സ്പിന്നർമാർ മാത്രമായിട്ട് 30 ഓവറുകൾ ബൗൾ ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് അതെങ്ങനെ നേരിടും എന്നുള്ളതാണ് അറിയേണ്ടത്. അഫ്ഗാന്റെ ഒരു പ്ലേയിങ് 11 പോയാൽ ഇബ്രാഹിം സദ്രൻ, റഹ്മാനുള്ള ഗുർബാസ്, പിന്നെ സദീഖുൽ അത്തൽ, റഹ്മത്ത് ഷാ, അഷ്മത്തുള്ള ഷഹീദി, അസ്മത്തുള്ള ഒമർസായി, മുഹമ്മദ് നബി, ഗുൽബദീൻ നെയ്ബ്, റാഷിദ് ഖാൻ, നൂർ അഹമ്മദ്, ഫസലക് ഫറൂഖി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അഫ്ഗാന്റെ ഒരു 11. എന്തായാലും ഇംഗ്ലീഷ് ടീമുമായി ബന്ധപ്പെട്ട് ഈ കളിയുടെ ചുറ്റുവട്ടത്ത് കുറേ രാഷ്ട്രീയങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ടൂർണമെൻറ്റ് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിലെ പൊളിറ്റീഷ്യൻസ് അഫ്ഗാനെതിരെ കളിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ECB അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു, കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരീക്ഷകർ പറയുന്നൊരു കാര്യം, ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഓർഡറൊന്നും ശരിയല്ല. ജോസ് ബട്ട്ലറെ പോലെയുള്ള ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും മികച്ച വൈറ്റ് ബോൾ ക്രിക്കറ്റർമാരിൽ ഒരാൾ നമ്പർ 6 ഇറങ്ങേണ്ടത്. ടീം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ബട്ട്ലർ പവലിൽ ഇരുന്ന് അത് നോക്കി കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് മാറണം. ബട്ട്ലർ സ്വയം പ്രൊമോട്ട് ചെയ്ത് നേരത്തെ ഇറങ്ങണം എന്ന അഭിപ്രായം പലരും പങ്കുവെക്കുന്നു. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇംഗ്ലണ്ട് പോകുന്നതായിട്ട് നിലവിൽ സൂചനകളൊന്നും ലഭിക്കുന്നില്ല. കാത്തിരിക്കാം ഇന്നത്തെ നിർണായക പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.